കഴിഞ്ഞ വർഷം റജബിൽ ഉസ്താദിന്റെ കൂടെ യുപിയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെയുള്ള യാത്രയിൽ ആ ഒറ്റ യാത്രയിൽ ഒരൊറ്റ പരിപാടിയിലും ഉസ്താദിന് റെമ്യൂണറേഷനുള്ള പരിപാടിയല്ല. ഒറ്റ പരിപാടിയുടെയും ടിക്കറ്റ് സംഘാടകരായ ഞങ്ങൾ എടുത്തതല്ല. കാരണം അതിൻ്റെ ഒരു സംഘാടകൻ ഞാനായിരുന്നു. SSFന്റെ ദേശീയ സാഹിത്യോത്സവം ഗുജറാത്തിൽ നടന്നു. അത് കഴിഞ്ഞ് രാജസ്ഥാനിലും ജാമിഅ മൊയ്നിയുടെ സനദ് ദാനം നടന്നു. അതിനു മുമ്പൊരു സനദ് ദാനം നടന്നു. അപ്പോഴൊന്നും വരുമ്പോൾ ഉസ്താദിന്റെ ടിക്കറ്റ് പോലും സാധുക്കളായ സംഘാടകരായ ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഉസ്താദ് വാങ്ങിച്ചിട്ടില്ല. ഉസ്താദ് പറയും, മക്കളെ, ഇവിടൊക്കെ അള്ളാഹുവിന്റെ ദീനും ഇൽമും ഉണ്ടാകുന്നത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ വേറൊന്നും വേണ്ട. ഉസ്താദ് ഒരിക്കൽ അജ്മീറിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഉസ്താദിനെ സ്വീകരിക്കാൻ പറ്റുന്ന റൂമില്ല, സ്വീകരിക്കാൻ പറ്റുന്ന വാഹനം ഇല്ല, സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും ഇല്ല. ഒരു 3 വർഷം മുമ്പാ, കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്, ഒരു വർഷം മുമ്പ്. അപ്പോ അവസാനം അജ്മീർ ദർഗയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഉസ്താദിനെ കൊണ്ടുപോകാന്, വണ്ടിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. ഓട്ടോറിക്ഷയിൽ കയറി. ആ വലിയ നേതാവിന് ദീനീ ദഅ്വാ രംഗത്ത് അതൊന്നും തടസ്സമല്ല. ഓട്ടോറിക്ഷ പോയി കുണ്ടിൽ ചാടി, കൂടുള്ളവര് പൊക്കി. അപ്പോഴും പരിഭവമൊന്നുമില്ല. ഗഗ്വാനിയിൽ വന്നൊരു വീട്ടിൽ നല്ല ചൂടുകാലം, AC ഇല്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. വൈകുന്നേരം 5 മണിക്ക് വന്നു. രാത്രി 11:30ക്കാണ് സനദ് ദാനം. ഇടക്കിടക്ക് ഞങ്ങൾ പോയി ഉസ്താദിനോട് പറയും, ഉസ്താദ് ഒരു ഫാൻ പോലും നല്ലത് വെച്ച് തരാൻ. അപ്പോൾ പോലും ഒരിക്കൽ പോലും അവിടുത്തെ മുഖഭാവം മാറാറില്ല. രാത്രി 1:30 ഉസ്താദ് അവിടുന്ന് സനദ് ദാനമൊക്കെ കഴിഞ്ഞിട്ട് ബാസ്നി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പരിപാടിക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് അവിടുന്ന് ഞങ്ങളോട് അഫ്വ ചെയ്യണം, ഞങ്ങൾക്ക് ഉസ്താദിന് നല്ലൊരു ഭക്ഷണം തരാൻ കഴിഞ്ഞിട്ടില്ല, താമസം ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നിനും കഴിഞ്ഞിട്ടില്ല. അപ്പോഴും ഓടുത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മക്കളെ, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനം. നിങ്ങൾ ഈ ചെലവൊക്കെ എങ്ങനെ കണ്ടെത്തും, വണ്ടിക്കൂലിയൊക്കെ എങ്ങനെ കൊടുക്കും എന്നിങ്ങോട്ട് ചോദിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നേതാവ്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു നേതൃത്വത്തെ ഇക്കാലത്ത് എവിടുന്ന് കിട്ടും? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവിടുന്ന് ആശ്വാസം നൽകുന്ന സാന്നിധ്യമാണ്. അല്ലാഹു തആല അവിടത്തേക്ക് എല്ലാവിധ ആഫിയത്തും സിഹത്തും ഉള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ തണൽ അല്ലാഹു നീട്ടിത്തരുമാറാകട്ടെ. അതുകൊണ്ട് മഹാന്മാരെയൊക്കെ അടുത്തറിയുമ്പോഴേ അവരുടെ ജീവിതവും അവരുടെ ലാളിത്യവും അവരുടെ ആത്മാർത്ഥതയും ഒക്കെ ബോധ്യമാവുകയുള്ളൂ. പുറത്തു നിന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരെ കുറിച്ചും ദുന്നൂബിൽ മുഅ്മിനീന ഖൈറ, എല്ലാ മുഅ്മിനീങ്ങളെ കുറിച്ചും നല്ലതേ വിചാരിക്കാവൂ. അവനിപ്പോ എന്തിനാ പാതിരാത്രി അങ്ങനെ പോയത് എന്ന് അതിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എല്ലാരെ കുറിച്ചും നല്ലത് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല മനസ്സോടുകൂടിയുള്ളവർക്ക് അല്ലാഹു സ്വർഗം നൽകും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുപ്പാപ്പക്ക് ഓരൊരു വീടുണ്ടാക്കിയിട്ടില്ല. എല്ലാവരും പരിപാടിക്ക് വരുമ്പോൾ ഹദിയയും സമ്മാനമൊക്കെ കൊടുക്കുമായിരുന്നു താജുൽ ഉലമ തങ്ങൾക്ക്. തങ്ങളുപ്പാപ്പ അതൊക്കെ സ്വീകരിക്കും. എന്നിട്ട് അഹ്ലു ബൈത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കും. അവിടുത്തെ വിധവകളായ മക്കളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കും. അവിടുത്തേക്കൊന്നും ഉണ്ടാക്കിയില്ല. നൂറുൽ ഉലമ MA ഉസ്താദ് ബഹുമാനപ്പെട്ടവർ ജാമിഅ സഅദിയയുടെ മേധാവിയായി അവിടുന്ന് ഓരോ യാത്ര കഴിഞ്ഞു വരുമ്പോഴും ആ യാത്രയിൽ സ്ഥാപനത്തിന്റെ എന്തെങ്കിലും നയാ പൈസ കിട്ടിയാൽ അത് കൃത്യമായി കണക്കേൽപ്പിച്ച് അവിടത്തേക്ക് വാഹനം ഉപയോഗിച്ചത് സ്ഥാപനത്തിന്റെ ചെലവിൽ വരാതിരിക്കാനുള്ള അതിസൂക്ഷ്മതയിൽ ജീവിച്ചു. ചെറിയ ഓർമ്മക്കുറവ് തുടങ്ങിയപ്പോൾ അന്നു തന്നെ അവിടുത്തെ അക്കൗണ്ടുമായിട്ടുള്ള ഇടപാട് മുഴുവനും നിർത്തി. ഇനി ഞാൻ യാതൊരു സാമ്പത്തിക കൈകാര്യവും ചെയ്യുന്നില്ല,
എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് ഒരു ബാധ്യതയും ഇല്ലാതെ വീട്ടിൽ പോയി ഇബാദത്തിൽ കഴിഞ്ഞു അവിടുത്തെ റൂമിൽ. എന്നിട്ട് ഇങ്ങനെ കാത്തിരുന്നു മരണത്തെ. എന്നിട്ട് അള്ളാഹുവിലേക്ക് യാത്രയായി. സുൽത്താനുൽ ഉലമ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്തവർക്കറിയാം, ഉസ്താദിന് സമ്മാനമായി പലരും വലിയ സംഖ്യകളൊക്കെ കൊടുക്കും. അതെല്ലാം ജാമിഅ മർക്കസിന് കൊടുക്കും. അല്ലെങ്കിൽ ഉസ്താദിന്റെ ആ യാത്രയിൽ തന്നെ അത് തീർന്നിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് എഴുതാൻ ആളുകൾക്ക് വലിയ എളുപ്പമാണ്. കൂടെ യാത്ര ചെയ്ത് നോക്കുന്നവർക്കറിയാം, അനുഭവിച്ചവർക്കറിയാം. ഞാൻ പറഞ്ഞാൽ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ഉസ്താദിന്റെ കൂടെ കുറച്ച് മാത്രം സഹകരിക്കുകയും സഹയോസിക്കുകയും ചെയ്ത ആളാണ്. സഖാഫി ഉസ്താദ്, ഇസുദ്ദീൻ ഉസ്താദ് ഒക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. ഒരിക്കൽ ഉസ്താദിന്റെ യാത്രയിൽ ഞങ്ങൾ പോകുമ്പോ ഉസ്താദിന് സമ്മാനം കിട്ടിയ മൊത്തം പൈസയും ആ യാത്രയിൽ പോയ സ്ഥലത്തുള്ള പരിപാടികൾക്കോ വഴിയിൽ കണ്ട പാവങ്ങൾക്കോ ആവശ്യമുള്ളവർക്കോ കൊടുത്ത അനുഭവം വളരെ കുറഞ്ഞ ബന്ധമുള്ള ഞങ്ങൾക്ക് തന്നെയുണ്ട്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇപ്പോഴൊന്നും കൂടുതൽ പറയുന്നില്ല. മഹാന്മാരുടെ ഒക്കെ ജീവിതം അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കും വലിയ വണ്ടിയിൽ പോകുന്നു, വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നു. നമ്മുടെ മഹാന്മാരായ ഒറ്റ ഉസ്താദുമാരും സ്ഥാപനം നടത്തുന്ന വകയിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു നയാ പൈസ കമ്മീഷൻ വാങ്ങുന്നവരല്ല. കിട്ടുന്ന 100 റുപ്യ 100 റുപ്യ സ്ഥാപനത്തിന് കൊടുക്കുന്നവരാണ്. അല്ലാതെ അതിൽ നിന്നൊരു നയാ പൈസയിൽ കമ്മീഷൻ എടുത്ത് ജീവിക്കുന്ന ഒറ്റയാളും എന്റെ അറിവിൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിലെ സ്ഥാപനം നടത്തുന്നവരും ഇല്ല. അവർക്ക് ചെറിയ ശമ്പളം ഉണ്ടാകും, ചിലർക്ക് ശമ്പളവും ഇല്ല. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറ്റ് ഹലാലായ വരുമാന മാർഗം കൊണ്ട് അവർ ജീവിക്കും. കമന്റ് അടിക്കാനും കുറ്റം പറയാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അള്ളാഹു അവരെ സഹായിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഉസ്താദിനെന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഖ്യ കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഉസ്താദ് അപ്പോൾ തന്നെ കൂടെയുള്ളവരെ വിളിച്ച് അവിടുത്തെ മർക്കസിന്റെ യതീംഖാനയുടെ റസീറ്റ് എത്തിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരോടൊപ്പം സഞ്ചരിച്ചാൽ കാണാൻ കഴിയും.